ഹായ്, റഫീഖാണ്. റഫീ മീഡിയ എന്നുള്ള റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലെ യാക്കരയിലുള്ള ഒരു 8 സെൻറ്റ് സ്ഥലം 1800 സ്ക്വയർ ഫീറ്റ് 3 BHK അറ്റാച്ച് ടോയ്ലറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ല കോളനിയാണ്. യാക്കരയിൽ നിന്നും വളരെ അടുത്താണ് നമുക്ക് മെയിൻ റോഡുള്ളത്. ഇതിൻ്റെ പരിസരത്തായിട്ടാണ് തങ്കം ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, യാക്കര അമ്പലം, അതുപോലെ മണപ്പുള്ളി അമ്പലം, ഹൈവേ നിയറസ്റ്റാണ് അല്ലേ. അതുപോലെ സിവിൽ സ്റ്റേഷൻ ഇവിടുന്ന് വെറും 1.25 കിലോമീറ്ററുള്ള ആ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡാണ്. നമുക്കിവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ വലിയൊരു ഗേറ്റും ഉള്ളിലോട്ട് കയറിപ്പോകുന്ന ഒരു ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ചുറ്റും അനേകം വീടുകളുണ്ട്, എല്ലാം ഉദ്യോഗസ്ഥർ താമസിക്കുന്നതാണ്. ഇവിടെ വിശാലമായി കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ നോക്കിയാൽ കാണാം, വിശാലമായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ നോക്കിയാൽ കാണാം, നമ്മുടെ വീട് നല്ല രീതിയിൽ വിടുന്നു. ചുറ്റും അനേകം വീടുകളുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഇൻ്റർലോക്കാണ്. ഇവിടെ നോട്ട് വീടിൻ്റെ ചുറ്റും ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് മറ്റേ കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ്. ഇതിനകത്ത് നമുക്ക് മാവ്, അതേപോലെ 4-5 മാവ്, അതേപോലെ തെങ്ങ്, ഒരു 3 തെങ്ങോളം ഉണ്ട്. ഇത് നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നതാണ്. ഇവിടെ ഏകദേശം നമുക്ക് ഒരു 4 കാറോളം പാർക്ക് ചെയ്യാം. നമ്മുടെ കാറുണ്ട്, ഓണറിൻ്റെ കാറുണ്ട്, ചുറ്റും ഇവിടെയും വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ഈ വീടിനകത്ത് ഈ ഭാഗത്ത് വരും. പാലക്കാടും ഇപ്പോൾ ചൂട് ഇല്ലെങ്കിലും പാലക്കാട് ചൂടിനകത്ത് ഈ ഒരു ക്ലൈമറ്റിൽ വളരെ കൂളുണ്ട്. അതുപോലെ നല്ല ചൂട് സമയത്തും നല്ലൊരു തണുപ്പായിരിക്കും. കാരണം നല്ല മരങ്ങളാണ്, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ അതിര് പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ്. കാർ പോർച്ച്, ഇവിടെയൊക്കെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ഗാർഡൻ എല്ലാം ഈ ഭാഗത്ത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഭാഗത്ത് വെള്ളം നമുക്ക് ആകെ വേണ്ടത്, ഒരു വീട് നമ്മൾ നോക്കുന്ന സമയത്ത് വെള്ളം, വെളിച്ചം, വഴി എന്നുള്ളതാണ്. ഇത് നല്ല വഴിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഭൂമിന് സമമായിട്ട് വെള്ളം ഇതിനകത്തുണ്ട്. നല്ല തെളിനീരായിട്ട് കിടക്കുന്ന, ഭൂമിന് സമമായിട്ട് വെള്ളം കിടക്കുന്നുണ്ട്. അത് മഴക്കാലം ആയതുകൊണ്ട് മാത്രമല്ല, വേനൽക്കാലത്തും ഏകദേശം ഫുള്ള് നമുക്ക് വെള്ളം കാണാം. ഇതിവിടെ സ്പേസ് നമുക്ക് നോക്കും, ഇവിടെ ഇങ്ങനെ നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ആട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് അല്ലേ. ടോട്ടലായിട്ടുള്ളത് 8 സെൻറ്റാണ്. 8 സെൻറ്റ് 1800 സ്ക്വയർ ഫീറ്റ് വീടാണ്. വീടിൻ്റെ ഈ ഭാഗത്ത് ഇത്രയും സ്പേസ് ഉണ്ട്. ഈ ഒരു സ്പേസ് ഈ ഭാഗത്തുണ്ട്. വീടിൻ്റെ ചുറ്റും നമുക്ക് ഇൻ്റർലോക്കാണുള്ളത്. ഈ ഭാഗത്തൊരു സ്പേസ് ഉണ്ട്. അല്ല, വീടിൻ്റെ ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തും അതുപോലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കാണാം. ഇപ്പോൾ നല്ല തണുപ്പാണ്, ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ മഴക്കാലമാണെങ്കിലും നല്ല വെയിലടിക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, നല്ല വെയിലടിക്കുന്ന ഭാഗമാണ്. പക്ഷേ ഈ ഒരു ഭാഗം നമുക്ക് നല്ല തണുപ്പുണ്ട് എന്നുള്ളതാണ്. ഇങ്ങോട്ട് വന്നാൽ ഈ ഒരു സൈഡ് നോക്കിയാൽ ഇവിടെയും അതുപോലുള്ള സ്പേസ് നമുക്ക് കാണാം. ബാക്കിൽ കുറച്ച് മാത്രമേ സ്പേസ് ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തെങ്ങുകളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ചെടികൾ. ഇതൊക്കെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ബാക്ക് വശം എന്ന് പറയുന്നത് ഇതാണ് ബാക്ക് വശം. ഇവിടെ തെങ്ങുണ്ട്, ഈ ഒരു ഭാഗത്തും നമുക്ക് തെങ്ങുണ്ട്, ഫ്രണ്ടിൽ തെങ്ങുണ്ട്. ഇത് ഇത്ര മാത്രമാണ്. ഇവിടുന്ന് ഏറ്റവും അടുത്താണ് നമുക്ക് യാക്കര റോഡ് കാണുന്നത്. അത് ഞാൻ മേലെ നിന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് കണ്ട് വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളാണ്. ആ സ്പേസിലോട്ട് വീടിൻ്റെ അകത്തോട്ട് കയറുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് കണ്ടു അല്ലേ. കിഴക്ക് ഫേസ് ചെയ്ത് കൊണ്ടിട്ടാണ് വീടുള്ളത്. യാക്കരയിൽ നിന്ന് വളരെ അടുത്താണ്. മലബാർ ഹോസ്പിറ്റൽ, തങ്കം ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, ഹൈവേ വളരെ നിയറസ്റ്റാണ്. പാലം കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ വളരെ നിയറസ്റ്റാണ്. ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്ന ഗ്ലാസ്സിൽ തീർത്തിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവിങ് സ്പേസ് നമുക്ക് കാണാം. ഇതിൻ്റെ താഴത്തെ ഈ വീടിൻ്റെ ഉൾവശം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മാർബിളാണ് അല്ലേ. പഴയ വീടുകളിലൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷം കൂടുതലൊക്കെ വീടുകളൊക്കെ എല്ലാം മാർബിളായിരിക്കും. ഇപ്പോഴാണ് ടൈലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളെങ്കിലും നല്ല തണുപ്പാണ്. മാർബിളാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴത്ത് നോക്കി കഴിഞ്ഞാൽ മാർബിളാണ്. ഇതൊരു ലിവിങ് സ്പേസ്, നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു സ്പേസ്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഉൾവശത്തോട്ട്, റൂമിൻ്റെ ഉൾവശത്തോട്ട് അതേ ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെയും കാണാം. അതുപോലെ ഡോറ്, ഇതേമാതിരിയുള്ള ഡോറൊന്നും ഇപ്പോൾ കാണാൻ വളരെ റയറാണ്. കാരണം അത്രയും നല്ല തേക്കാണ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെതലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴത്തെ വീടിനൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെതലേക്ക് വരും. ഇതൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നമുക്കൊരു ഡോറ് കാണാം. ഇവിടെ ലിവിങ് സ്പേസ്, ഇങ്ങോട്ട് വന്ന് സോഫ സെറ്റും ഇതെല്ലാം നമുക്കിവിടെ കാണാം. ഇത് ഒരു ലിവിങ് സ്പേസ്.
താഴെ ഇപ്പോൾ നമ്മൾ പുറത്ത് പറഞ്ഞു താഴെ നോക്കിയാൽ ഫുള്ള് മാർബിളാണ്. ഈ കാലിങ്ങനെ നമ്മൾ വെക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ഇതേ തണുപ്പ് പാലക്കാടൻ ചൂടിനകത്തും ഇതേമാതിരി കാൽ വെച്ചാലും ഇതേ തണുപ്പ് തന്നെ ഉണ്ടാവും. മാർബിളിന് ആ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെങ്ങനെയാണ് വന്ന് ഈ ഒരു ഭാഗം ഇവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് നേരെ ഡൈനിങ് സ്പേസാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഡൈനിങ് സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. താഴത്ത് നമുക്കുള്ളത് ഒരു ബെഡ്റൂമാണ്. താഴത്തെ ഒരു ബെഡ്റൂം, ഇത് മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസ്. താഴത്തെ ഒരു ബെഡ്റൂം, ഈ ഒരു ഭാഗം നമുക്കിവിടെ ഒരു വാഷ് സ്പേസ് കാണാം. താഴത്ത് നമുക്ക് അത്യാവശ്യം ഷൂവോ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള ഇവിടെ ഒരു സ്പേസ് കാണാം. നമ്മളിവിടെ ഡൈനിങ് സ്പേസ് കണ്ടല്ലോ, ഈ ഒരു പോർഷനായിട്ടാണ് പൂജാ റൂമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിവിങ് സ്പേസിൽ നിന്ന്, ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്നത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കടില്ലാത്ത വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതും അറ്റാച്ച് ടോയ്ലറ്റാണ്. ഇവിടെ നോക്കിയാൽ അറ്റാച്ച് ടോയ്ലറ്റ് കാണാം. വീടൊക്കെ വളരെ സ്ട്രോങ് ആണ്. പഴയ വീടിൻ്റെ ഒരു 10 വർഷത്തിൻ്റെ മുമ്പിലുള്ളൊക്കെ വീടുകളൊക്കെ പട്ടാമ്പി മണൽ കൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള എവിടെയും ഒരു ക്രാക്കോ ഒന്നും തന്നെയല്ല, സൂപ്പറായിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊരു റാക്കും മറ്റുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം. ഇനി നമ്മൾ പോകുന്നത് നേരെ അടുക്കളയിലോട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് അടുക്കളയാണ്. കിച്ചൺ, ഈ ഒരു സ്പേസ് ഇവിടെ നോക്കിയാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കിച്ചൺ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വർക്ക് ഏരിയ നമ്മൾ കിച്ചണിനെക്കാട്ടി കുറച്ചും കൂടി വലുപ്പം നമുക്ക് കാണും. ഇവിടെ നേരെ വന്നാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ, വിശാലമായ വർക്ക് ഏരിയ. ഇതിവിടെ ടൈലാണ് പായിട്ടുള്ളത്. വീടിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഉള്ളതും മാർബിൾ ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ടൈല് ഇവിടെ പാകിട്ട്. ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ടല്ലേ, നല്ല സൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ അതിരാണ്. ഇവിടെ ഞങ്ങളുടെ അപ്പുറത്തെ സ്ഥലം. ഇവിടെ നോക്കിയാൽ നേരെ നമുക്ക് യാക്കര റോഡ് കാണാം. നിയറസ്റ്റാണ്, വളരെ അടുത്താണ്. റോട്ടിൽ നിന്ന് വളരെ അടുത്താണ്. ഏത് രാത്രി സമയത്തും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരാനുള്ള അത്രയും വളരെ അടുത്താണ്. നല്ല വഴിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇത് പുറത്തോട്ട് ഇറങ്ങുന്ന, നമ്മൾ അവിടെ നിന്ന് കാണിച്ചിരുന്നു, പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറും മറ്റുള്ള സൗകര്യങ്ങളും. ഇനി നമുക്ക് കാണേണ്ടത് മുകളിലുള്ള സൗകര്യങ്ങളാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള സ്പേസൊക്കെ കണ്ടു, പുറത്ത് കിണറും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടു അല്ലേ. ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെയും ക്രാക്കില്ല എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഇതേപോലെ തേക്കിൽ തീർത്തിട്ടുള്ള ഒരു ഹാൻഡിൽ കാണാം. ഇവിടെ നേരെ നമുക്ക് സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസിൻ്റെ മേലോട്ട് ഇവിടുന്ന് കയറിയാൽ ഇവിടെ താഴത്തുനിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ കേസ് എല്ലാം മാർബിളാണ്. ഇവിടെ നമ്മൾ ഹാൻഡിൽ പറഞ്ഞിരുന്നു, തേക്കിൽ തീർത്തിട്ടുള്ള ഹാൻഡിൽ ഇവിടെ കാണാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തൊക്കെ നോക്കും, അത്രയും വലിയ മാർബിളാണ്. വലിയ പീസായിട്ട് ചെയ്തിട്ടുള്ള മാർബിളാണ്. കാലൊക്കെ നല്ല തണുപ്പാണ്. ഈ ഒരു സ്പേസ് നമ്മൾ മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഒരു ഹാള്, വലിയൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമുകളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് ഒരു ബെഡ്റൂമുണ്ട്. താഴത്തിനെക്കാട്ടി കുറച്ച് ചെറുതാണെങ്കിലും അത്യാവശ്യം സ്പേസുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗം. ഇതും അറ്റാച്ച് ടോയ്ലറ്റാണ്. ഈ ടോയ്ലറ്റിൻ്റെ മേലെല്ലാം മുകൾ വശത്തൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കാണാം. ഇവിടുന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്തുള്ള ഒരു ബെഡ്റൂമിലോട്ടാണ്. നമ്മൾ ഹാള് കണ്ടു, ഹാളിൽ നിന്ന് ഈ ബെഡ്റൂമിലേക്ക് വന്നു. ഈ ഒരു ഭാഗം വലിയൊരു ബെഡ്റൂമാണ്. നമ്മൾ അവിടെ കണ്ടെങ്കിലും വെച്ചിട്ട് കുറച്ച് വലിയ ബെഡ്റൂമാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ വലിയ കോട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള വലിയ ഒരു ബെഡ്റൂം അതിനാണ്. ഈ ബെഡ്റൂം ഇത്രയും സ്പേസ് ഉണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ കബോർഡ് വർക്ക്, ഇവിടെ ഈ അലമാര എല്ലാം തേക്കാണ്. പഴയ തേക്കിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പഴയ തേക്കും മുകൾ വശത്ത് അതേ സ്പേസ് മുകൾ വശത്തുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതിനകത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് നേരെ ബാൽക്കണിയിലോട്ടാണ്. നേരെ നമ്മൾ വരുന്നത് ബാൽക്കണിയിലോട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് അടുത്തുള്ള വീടുകളൊക്കെ ഇതേപോലെ നല്ല സ്പേസുള്ള എല്ലാം ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ കാർ ഇവിടെ നിൽക്കുന്നത് കാണാം, അതുപോലെ വീടിൻ്റെ ഓണറിൻ്റെ കാർ നിൽക്കുന്നത് കാണാം. കിണർ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് നിന്ന് മാവ്, തെങ്ങ് എല്ലാം ഉണ്ട്. നല്ലൊരു കുളിർമയേകുന്നൊരു പ്രോപ്പർട്ടി തന്നെയാണ്. നല്ല രീതിയിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇത്രയും സ്പേസ് ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം. ഇനി ഈ ബാൽക്കണിയിൽ നിന്ന് നേരെ നമുക്ക് ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഓപ്പൺ ടെറസാണ്. ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പൺ ടെറസാണ്. ആ ഓപ്പൺ ടെറസ് നമ്മളവിടെ ബാൽക്കണി കണ്ടു, ബാക്ക് സൈഡിൽ ചെറിയൊരു ഓപ്പൺ ടെറസ്. ആ ഓപ്പൺ ടെറസിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം
നമ്മുടെ യാക്കരയിലെ ആ റോഡ് ഇത്രയും സ്പേസ് ഉണ്ട്. ഇതാണോ, ഇവിടെ ഇരുന്ന നല്ല കാറ്റാണ് അവിടുന്ന് വരുന്നത്. നമ്മുടെ യാക്കര റോഡാണ് ആ പോകുന്നത്. ആ റോഡിൽ നിന്ന് ഇത്ര തന്നെ ദൂരമേ ഉള്ളൂ. ഇതാ കാണുന്നത്, വളരെ നിയറസ്റ്റ്. അതാ വണ്ടികൾ പോകുന്നത് കാണാം. അവിടുന്ന് വളരെ അടുത്താണ് നമുക്ക് വീടുള്ളത്. നല്ല ഒരു വീട് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പഴക്കം എന്ന് പറയാനുള്ള, ഏകദേശം നമുക്ക് ഈ വീടിനൊരു 18 വർഷം പഴക്കമുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള വീടാണ്. നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് അവരവരുടെ രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതാണെങ്കിൽ ഇത്രയും അടുത്ത് മെഡിക്കൽ കോളേജ് അടുത്താണ്, നമ്മുടെ മെഡിക്കൽ കോളേജ് അടുത്താണ്, തങ്കം ഹോസ്പിറ്റൽ അടുത്താണ്, മലബാർ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഹൈവേ നിയറസ്റ്റാണ്. കോട്ടമൈതാനം ഏകദേശം ഒരു 1.25 കിലോമീറ്റർ ഉള്ളൂ. കോട്ടമൈതാനം സിവിൽ സ്റ്റേഷൻ അല്ലേ, അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എല്ലാം പരിസരത്താണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് യാക്കര അമ്പലം, അതുപോലെ മണപ്പുള്ളി കാവ്, ഇതെല്ലാം അടുത്താണ്. അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടി വിശാലമായി കിടക്കുന്ന 8 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റുള്ള പ്രോപ്പർട്ടി. ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 80 ലക്ഷം രൂപയാണ്. ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാവും. ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടുന്ന നമ്പർ 7736350383. അതുപോലെ റഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് പിക്കേടി. ബൈ.